ശനിയാഴ്ച വൈകിട്ടേ പ്ലാൻ ചെയ്ത് വെക്കും. ഞായറാഴ്ച ഗാർഡനിൽ ഇന്ന പരിപാടികളൊക്കെ ചെയ്യണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. പക്ഷെ ഞായറാഴ്ച ആയി കഴിയുമ്പോഴത്തേന് പിന്നെ നല്ല മടിയാകുവേ. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, സക്സസ് ആകുവാണെങ്കിൽ കാണിക്കാമെന്ന്. സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഞാനതങ്ങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണേ. ചിൽഡ്രൻസ് ഡേക്ക് ദേവൂട്ടൻ ചാച്ചാജിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉടുപ്പിൽ വെക്കാൻ റോസപ്പൂ വേണമല്ലോ. അപ്പോൾ നമ്മൾ 2 പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി തണ്ട് ഞാനിങ്ങനെ അറ്റമൊക്കെ കുറച്ച് ഭാഗം ഒന്ന് കളഞ്ഞിട്ട് അതൊരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. വെച്ച് പിറ്റേ ദിവസം തന്നെ ഒരെണ്ണം പോയി കേട്ടോ. ഒരെണ്ണം പോയെന്ന് വെച്ചാൽ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയത്, അത് ഒടിഞ്ഞു പോയി. പിന്നെ ഒരു കമ്പ് നിപ്പുണ്ട്, അത് പിടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞായറാഴ്ച ആയപ്പോഴത്തേന് നമ്മൾ ഈ ഒരു പാത്രം കണ്ടപ്പോൾ കേട്ടോ, പുറത്ത് ഭക്ഷണമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ആ ഒരു ഇത് കണ്ടപ്പോഴത്തേനും ഓർത്തു അതിനകത്ത് ഇങ്ങനെ ചെടി വെക്കാൻ, വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോഴത്തേനും മണി പ്ലാന്റിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ഭയങ്കര പുല്ലൊക്കെ ആയിട്ടുണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി എല്ലാം ഒന്നും കൂടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കാക്കപ്പൂ ഇതിന് മുമ്പത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 കളറേ ഉണ്ടായിരുന്നുള്ളേ, ഈ ഒരു വൈറ്റും പിങ്കും കൂടെ വരുന്നതും, പിന്നെ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് വരുന്നു. ഇങ്ങനെ 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ പുതിയ പുതിയ കളേഴ്സൊക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ ഒരു വൈറ്റിൽ ഒരു പർപ്പിൾ വരുന്ന ഒരു കളറും, അതുപോലെ തന്നെ ഒരു ഡാർക്കും ലൈറ്റ് പർപ്പിളുമായിട്ട്, അങ്ങനെ ഇപ്പോൾ 4 കളറുണ്ട് കേട്ടോ. ഒരുപാട് പരിചരണമൊന്നും വേണ്ട, എന്നെങ്കിൽ നിറച്ച് പൂവുണ്ടാകുകയും ചെയ്തു. ഇപ്പം നിറയെ മുട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പെട്ടെന്ന് ചെറിയ ചെറിയ തൈകൾ അവിടെ ഇവിടെയൊക്കെ ആ ചട്ടിക്കകത്തൊക്കെ നമ്മൾ വേറെ പ്ലാന്റിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ കുഞ്ഞു തൈകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നവംബർ 15 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കിൻ്റെ ആ ഒരു ബേസില്ല, ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേന് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനും ഒരു കുഞ്ഞിപ്പൂവൊക്കെ കണ്ണും ഒക്കെയുള്ള ഒരു കുഞ്ഞിപ്പൂവിനെ വരച്ചിട്ടുണ്ട്. ശരിക്കും സൂര്യനെയാണ് വരച്ചത്. വരച്ചിട്ട് വിച്ചൂട്ടനും ദേവൂട്ടനും കളറൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെറിയ ഓടക്കൊക്കെ നടന്നപ്പോഴത്തേന് അവർ 2 പേരും പറഞ്ഞു കളറൊന്നും തരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സൂര്യനെ ഒരു പൂവാക്കി കേട്ടോ. എന്താ പറയുന്ന, ഒരു പഴയ ലിപ്സ്റ്റിക്കും പിന്നെ കുറച്ച് ഗ്ലൂവും ഒക്കെ എടുത്ത് അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ഗാർഡനിലിട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കത്. ഒരുപാട് അൽഗുലത്ത് വർക്കുകളൊന്നും ചെയ്യാതെ സിമ്പിളാക്കി നമ്മുടെ ആ വാണ്ടറിങ് ജൂൻ ഒരു ചിരട്ടയിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുക്കലൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ വിച്ചൂടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പ്ലാന്റിനെയാണോ കലാവിരുത് കാണിക്കാൻ എടുക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇതിങ്ങനെ ഇവിടെ എത്ര ദിവസം കിടക്കുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം മഴ പെയ്യുമ്പം ഇതൊക്കെ ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ചെയ്തപ്പം അവർക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാനത് ഗാർഡനിൽ അങ്ങനെ ഇട്ടതാണ്. അത് ആ പ്ലാന്റിൽ കിടക്കുന്നതായിരുന്നു നല്ല ഭംഗി. കാര്യം എന്താണെന്ന് വഴിയെ പറയാവേ. നമ്മുടെ ചെത്തിയയിൽ ഒരുപാട് നാൾ പൂക്കാതെ നിന്നിട്ട് പൂവായതാണ് കേട്ടോ. ഇപ്പോൾ 3 കൊലയുണ്ട് പൂവ്, ഒരെണ്ണം മുട്ട് വിരിയാറായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടണം. ഈ അഗ്ലോണിമ പ്ലാന്റ് ഇടയ്ക്ക് ഞാനൊന്ന് പോയി എന്ന് വിചാരിച്ചാണ്. ഇപ്പം അതിനകത്ത് നല്ല ബുഷിയായിട്ടൊക്കെ വരുന്നുണ്ട്, ഇലയ്ക്ക് നല്ല കളറും ആവുന്നുണ്ട്. ഒരു സമയത്ത് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് ഇല്ലാണ്ട് എന്തോ പോലെയായിരുന്നു കേട്ടോ. ഇപ്പം കുഞ്ഞു തൈകളും ഒക്കെ ആകുന്നുണ്ട്. ഇലയ്ക്കാണെങ്കിലും നല്ല കളറും ഉണ്ട്. ഒരുപാട് ഡയറക്റ്റ് വെയിലിങ്ങനെ അടിക്കാത്തത് കൊണ്ടായിരിക്കാം ഭംഗിയിൽ വന്നതെന്ന് തോന്നുന്നു. ഇതേ തന്നെ വിച്ചൂട്ടനും ഞാനും വീണ്ടും കുഞ്ഞു വഴക്കൊക്കെ ആകുമ്പോഴത്തേന് അവനാദ്യം പറയുന്നത് എൻ്റെ പ്ലാന്റ് ചെയ്യുന്നത് മാറ്റണമെന്നാണ് കേട്ടോ. അവനറിയാം എന്നെ ഇതാക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ ഞാൻ അതിൽ നിന്ന് അഴിച്ചു. വേറെ ഒരു റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ സൈഡിൽ, അതേൽ കൊണ്ടിട്ട് കേട്ടോ. വാണ്ടറിങ് ജൂവും നമ്മൾ വരച്ച പടം എല്ലാം ഇതിലിട്ടിട്ടും അത്ര തൃപ്തി എനിക്ക് പോരായിരുന്നു. കാരണം ആ പ്ലാന്റ് എന്ന് വെച്ചാൽ കുറേ ബ്രാഞ്ചസും ഉണ്ട്, നല്ല തണൽ, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവൻ വെച്ച ആ പ്ലാന്റ്. അതിലിടുമായിരുന്നെങ്കിലായിരുന്നു കൂടുതൽ ഭംഗി. പിന്നെ ഞാൻ തൽക്കാലം ഇതിലേക്ക് മാറ്റി. ഇതിൽ ഈ പടം എത്ര ദിവസം കിടക്കുമെന്നൊന്നും അറിയില്ല, കാരണം ലിപ്സ്റ്റിക്കൊക്കെ അല്ലേ, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പോകും. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.